ഹരി ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. വൈശാഖ മാസത്തിൽ ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചും ദാനം ചെയ്യേണ്ട വസ്തുക്കളെക്കുറിച്ചും വൈശാഖ മാസത്തിൽ വരുന്ന പുണ്യദിനങ്ങളെക്കുറിച്ചും വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിൻ്റെ ഫലത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖം. മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു. ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് വൈശാഖ മാസാചരണം. വൈശാഖ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖ മാസം. ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കും. ഭഗവാന്റെ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നത് വൈശാഖ മാസത്തിലാണെന്നതും ഈ മാസത്തിന്റെ മാഹാത്മ്യം എടുത്തു കാട്ടുന്നു. അതിൽ പരശുരാമാവതാരവും ബലരാമാവതാരവും അക്ഷയ തൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത്. വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ്. അതുപോലെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്നവർക്ക് വിശ്രമിക്കുവാൻ വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും നിർമ്മിച്ച് ജലം ദാനം ചെയ്യുന്നതും യാത്രികർക്ക് ചെരുപ്പ്, കുട, അന്നം, തണുപ്പ് നൽകുന്ന കർപ്പൂരം, ചന്ദനം, ഗോരോചനം, കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ദാനം ചെയ്യുന്നതും പുണ്യമാണ്. വൈശാഖ മാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ 1 വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കും. വൈശാഖ മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും. 108 തവണ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത്. എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കുവാൻ ഉത്തമ മാസമാണ് വൈശാഖം. കൂടാതെ വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഈ നാളുകളിൽ സർവ്വപുണ്യ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം. അതിനാൽ പ്രഭാത സ്നാനത്തിലൂടെ സർവ്വതീർത്ഥ സ്നാനഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വൈശാഖ മാസം മുടങ്ങാതെ ഈ വർഷം ആചരിക്കുക. പരമാവധി ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ജപിക്കുക. കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒരുപാട് ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹരി ഗുരുവായൂരപ്പ.